കുവൈത്തിൽ ജനജീവിതം പൊതുവെ സാധാരണ നിലയിൽ തുടരുകയാണ്. പുലർച്ചെയുണ്ടായ ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമങ്ങൾക്ക് ശേഷം കാര്യമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സുബിയ പവർ ആൻഡ് വാട്ടർ പ്ലാന്റിലെ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയതായി അധികൃതർ അറിയിച്ചു. അതിനിടെ ഇറാൻ അംബാസിഡറെ വിളിച്ചു വരുത്തി കുവൈത്ത് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. വിവരങ്ങളുമായി സലീം കോട്ടയിൽ ചേരുന്നുണ്ട്. സലീമ, കുവൈത്തിൽ പൊതുവെ ശാന്തമാണ് അന്തരീക്ഷം. നിലവിൽ ഇന്നുണ്ടായ ആക്രമണത്തിൽ എന്തെങ്കിലും അപകടങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാഷ്വാലിറ്റീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഹരി, കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് കുവൈത്തിൽ പൊതുവെ ശാന്തമായ ദിവസമായിരുന്നു. പുലർച്ചെ ചില ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലായിരുന്നു. ഇതിനിടെ റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളുടെ ഭാഗമായി കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷേൽ അഹമ്മദ് അൽ ജാബർ സഭ രാജ്യത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിൽ രാജ്യത്തെ ഐക്യവും ജാഗ്രതയും നിലനിർത്തണമെന്ന് അദ്ദേഹം പൗരന്മാരോടും പ്രവാസികളോടും ആഹ്വാനം ചെയ്തു. കിംവദന്തികളും തെറ്റായ വിവരങ്ങളും ഒഴിവാക്കി ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നും അമീർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം റമദാൻ 21 രാവായതിനാൽ പള്ളികളിൽ വിശ്വാസികളുടെ തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. കിയാം നമസ്കാരങ്ങൾക്ക് ഔഖാഫ് മന്ത്രാലയം നേരത്തെ നിയന്ത്രണങ്ങളുടെ അനുമതി നൽകിയിരുന്നു. ഇതിനിടെ സുബിയ പവർ ആൻഡ് വാട്ടർ ഡിസ്റ്റിലേഷൻ പ്ലാന്റിലെ ഒരു ഇന്ധന ടാങ്കിൽ ഇന്ന് രാവിലെ ഉണ്ടായ തീപിടുത്തം അഗ്നിശമന സേന നിയന്ത്രണ വിധേയമാക്കി. സംഭവ സ്ഥലത്ത് ഡ്രോൺ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് സുരക്ഷാ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആർക്കും പരിക്കില്ലെന്നും വൈദ്യുതി ജലവിതരണ സംവിധാനങ്ങൾ സാധാരണ നിലയിൽ തുടരുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ ലക്ഷ്യമിട്ട് വന്ന നിരവധി ആക്രമണങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനം തടഞ്ഞതായും അധികൃതർ അറിയിച്ചു. ഇതുവരെ 224 ബാലിസ്റ്റിക് മിസൈലുകളും 423 ഡ്രോണുകളും തടഞ്ഞതായാണ് ഔദ്യോഗിക വിവരം. ഇതിനിടെ കുവൈത്ത് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ സബാൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി വീഡിയോ കോൺഫറൻസ് വഴി ചർച്ച നടത്തി. ഇറാനിയൻ ആക്രമണങ്ങളെ അദ്ദേഹം ശക്തമായി അപലപിക്കുകയും കുവൈത്ത് യുദ്ധത്തിൽ പങ്കാളിയില്ലെന്നും വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനമായ ഒരു വാർത്ത, കുവൈത്തിൽ കുടുംബ സന്ദർശന വിസയിൽ കഴിയുന്ന ഇന്ത്യൻ പൗരന്മാരുടെ വിവരങ്ങൾ ശേഖരിക്കുവാൻ ഇന്ത്യൻ എംബസി നടപടി ആരംഭിച്ചു എന്നുള്ളതാണ്. രാജ്യത്തിനായി ജീവൻ നൽകിയ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ഇന്ന് കുവൈത്ത് അന്തിമ വിട നൽകി. കഴിഞ്ഞ മണിക്കൂറിലെ പ്രതിരോധ ഇടപെടലുകളുടെ ഭാഗമായി 24 സംഭവങ്ങൾ സുരക്ഷാ സംഘങ്ങൾ കൈകാര്യം ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ 298 സംഭവങ്ങളാണ് കൈകാര്യം ചെയ്തതെന്നും അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിന് രാജ്യത്ത് 8 തവണ അപായശാലൻ മുഴങ്ങിയതായും പൊതുജനങ്ങൾ ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. അതോടൊപ്പം ഇന്നലെ കുവൈത്ത് മന്ത്രിസഭ കുവൈത്തിൽ ജനജീവിതം പൊതുവെ സാധാരണ നിലയിൽ തുടരുകയാണ്. പുലർച്ചെയുണ്ടായ ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമങ്ങൾക്ക് ശേഷം കാര്യമായ സംഭവങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സലീമാണ് വിവരങ്ങൾ നൽകിയത്.